ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നെടുമങ്ങാടാണ് കേട്ടോ. നെടുമങ്ങാട് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു ചെടി കാണാനിടയായി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കിയപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കായി നമ്മൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണേ. കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടിയുടെ പേരാണ് കേട്ടോ കാസ്റ്റർ ബീൻ അല്ലെങ്കിൽ റിക്കിനസ് എന്നൊക്കെ പേരുള്ള ഒരു ചെടി. ഇതിന് നമ്മുടെ കാസ്റ്റർ ഓയിൽ പ്ലാന്റ് എന്നും റിക്കിനസ് കമ്മ്യൂണിസ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ ഈ ചെടിയിൽ നിന്നാണ്. ഇതിനെ കാസ്റ്റർ ബീൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് കാപ്പിക്കുരുവിൻ്റേതായിട്ട് അല്ലെങ്കിൽ കാപ്പിക്കുരു ചെടിയുമായിട്ട് ഒരു സാമ്യവും ഇല്ല. ഈ കാസ്റ്റർ ബീൻ ചെടിയുണ്ടല്ലോ, അത് തെക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ തടം, കിഴക്കൻ ആഫ്രിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ്. പക്ഷേ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലായിടത്തും ഇത് വ്യാപകമാണ് കേട്ടോ. കൂടാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനൊരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാറുമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആവണക്കെണ്ണയുടെ ഒരു ഉറവിടമാണ്. ആവണക്കെണ്ണ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അത് വൈവിധ്യമാർന്ന ഉപയോഗങ്ങളുള്ളതാണ് നമ്മൾ ആവണക്കെണ്ണ. ഈ നമ്മുടെ ഈ ചെടിയുടെ വിത്തുകൾ 40 മുതൽ 60% വരെയും എണ്ണ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കാണുന്ന ഈ വിത്ത് കണ്ടോ, ഇതിൽ എണ്ണ എന്ന് പറയുന്ന നമ്മുടെ ഓയിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ ട്രൈഗ്ലിസറൈഡുകളും പ്രധാനമായും റെസിനോലിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. വിത്തിൽ റിസിൻ എന്ന ശക്തമായ ഒരു വെള്ളത്തിൽ ലയിക്കാൻ കഴിവുള്ള ഒരു വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിലും ഇത് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഇതിൻ്റെ ഈ കറയുണ്ടല്ലോ, നമ്മുടെ ഈ വിത്തിലും നമ്മുടെ ഈ ഇതിൻ്റെ തണ്ടിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഒരു വെള്ള കറയുണ്ട്. ഈ കറ നമ്മുടെ ശരീരത്തിലൊക്കെ ആവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ചൊറിയാൻ, ചില ആൾക്കാർക്ക് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു അലർജി പോലെ തന്നെയാണ്. ഒരു ചൊറിച്ചിലും നമ്മളത് ചുമന്ന് തണുത്ത് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ശക്തമായ വയറുവേദന, വയറിളക്കം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഈ ചെടി കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അലങ്കാര ചെടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കൂടിയാണ് ഞങ്ങളിത് പറയുന്നത്. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളിത് തൊട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പോഴും തന്നെ നമ്മൾ വണ്ടിയിൽ വന്ന് നമ്മൾ കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത് എന്തുകൊണ്ട് നമ്മുടെ ഇപ്പോൾ മീനൂട്ടി ഇതിൽ തൊട്ടു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ അത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിഷവസ്തു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും ഇതിൽ നമ്മൾ തൊടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൈ ഒക്കെ ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ നമ്മുടെ ഈ ഇലയുടെ ഘടന ചില സമയങ്ങളിൽ മാറാറുണ്ട്. ഇത് ചില സമയങ്ങളിൽ ഇത് ഇളം ഇല എന്ന് പറയുന്നത് കടും ചുമപ്പ് കളറിൽ വരാറുണ്ട്. ചിലപ്പോഴത്തേക്ക് ആണെങ്കിൽ സാധാരണ രീതിയിൽ ഇളം പച്ച കളർ തന്നെയാണ് വരുന്നത്. എങ്ങനെ പോയാലും ഇത് നല്ല ഇല പൂർണ്ണസ്ഥിതിയിൽ എത്തുമ്പോഴത്തേക്ക് പച്ച കളർ തന്നെയായിരിക്കും കേട്ടോ. ഇതിൽ ഓയിലിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഇത് ബ്രീഡർ ഇതിനെയൊക്കെ വളർച്ച ഒരു കൃഷി രീതിയിലാക്കി എടുത്തിട്ടാണ് ഇത് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്, കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കണ്ടല്ലോ, ഒരു തിളങ്ങുന്ന ടൈപ്പ് ഇലയാണ് കേട്ടോ നമ്മുടെ ഇതിനുള്ളത്. പിന്നെ അതുകൂടാതെ തണ്ടുകളെല്ലാം നീളം കൂടിയ തണ്ടുകളാണ്. പിന്നെ നമ്മുടെ പപ്പത്തണ്ടില്ലേ, അതുപോലുള്ള തണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഹോളാണ്. നമ്മുടെ തണ്ട് മുറിക്കുമ്പോഴത്തേക്ക് ഹോളായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് അത്രയും ബലം കുറവാണ്. പക്ഷേ നമുക്ക് ഒടിഞ്ഞ് വരത്തില്ല. എന്ന് പറഞ്ഞാൽ ചതഞ്ഞ് ആ രീതിക്ക് വരത്തുള്ളൂ. പെട്ടെന്ന് കട്ടായെന്നും വരുന്ന ടൈപ്പ് തണ്ടല്ല ഇത്. കൂട്ടുകാരെ, ഇതിന്റെ വിത്തുകൾ ഉറുമ്പുകളാണ് ഒരുപാട് സ്ഥലത്തെത്തിക്കുന്നത്. നമ്മുടെ എത്രയൊക്കെ വിഷമുണ്ടെന്ന് പറഞ്ഞാലും ആഗോളതലത്തിൽ കാസ്റ്റർ വിത്ത് ഉൽപാദനം പ്രതിവർഷം ഏകദേശം 2 ദശലക്ഷം ടണ്ണാണ് കേട്ടോ. ഈ പറഞ്ഞ കണക്കിൽ ഏകദേശം 3/4 നമ്മുടെ ഇന്ത്യയാണ് വഹിക്കുന്നത്. ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതെ ഗെയ്സ്, ഇന്ത്യയിൽ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് BC 2000 മുതലാണ്. അത് വിളക്കുകളിലും പ്രാദേശിക വൈദ്യത്തിലും നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. യുനാനി, ആയുർവേദ, സിദ്ധ, മറ്റ് നരവംശ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളിലൊക്കെ നമ്മുടെ ഈ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടി വീട്ടുമുറ്റത്തൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ.
ഇത് അലർജി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഇത് അലർജി വളരെ കുഴപ്പമുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ സാധാരണയിൽ ശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പൊടിയും അതുകൂടാതെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടൈപ്പ് പരാഗരേണുക്കളുണ്ട്. അത് നമ്മുടെ ശ്വാസനാളത്തിലെത്തുകയും പെട്ടെന്ന് അലർജി ഉണ്ടാകുകയും ചെയ്യും. ഈ അലർജി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ അലർജിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കുഴപ്പം പിടിച്ച ഒരു ടൈപ്പ് അലർജിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് അലർജി സ്കെയിൽ ഒപ്പാൾസ് അലർജി സ്കെയിലിൽ ഇത് 10ൽ 10 റേറ്റിംഗ് ഉള്ളതാണ് ആ അലർജി. ഈ നമ്മുടെ ഈ റിക്കിനസ് എന്ന് പറയുന്ന ഈ ചെടിയിൽ നിന്നുണ്ടാകുന്ന അലർജി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ റിക്കിനസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ എന്തുണ്ടാവുമെന്ന്. അത് ഏകദേശം ഒരു 2-3 മാക്സിമം 4 മണിക്കൂറിനകത്ത് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങും. വായിലും തൊണ്ടയിലും കത്തുന്ന സംവേദനം, പിന്നെ വയറുവേദന, ഛർദി, രക്തരൂക്ഷിതമായ വയറിളക്കം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത നിർജ്ജലീകരണം, രക്തസമ്മർദ്ദം കുറയൽ, മൂത്രത്തിൽ കുറവ് എന്നിവ കാണപ്പെടുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ അത് 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ മരണം വരെ സംഭവിക്കാൻ കാരണമാകും കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ റെക്കിനസ് എന്ന് പറയുന്ന ചെടി നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയി എന്ന് ഉറപ്പായാൽ പൂർണ്ണമായി അത് ചികിത്സിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ലാതെ തന്നെ രക്ഷിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ കാസ്റ്റർ ബീൻ അല്ലെങ്കിൽ റെക്കിനസ് എന്ന് പറയുന്ന ഈ ചെടി ഉപയോഗങ്ങളുമുണ്ട്, എന്നാൽ ദോഷങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഈ നെടുമങ്ങാട് ഭാഗത്തൊക്കെ ഇത് ഒരുപാട് കാണപ്പെടുന്നുണ്ട്. അപ്പോഴത് നിങ്ങളുടെ പ്രദേശങ്ങളിലും കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ ബൈ, ടാറ്റ.